ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഏതാണ്ട് കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇന്നായിരുന്നു നമ്മുടെ +2 റിസൾട്ട്. അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൽ എൻ്റെ പേഴ്സൻറ്റേജ് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ മാർക്സ്, പിന്നെ റിസൾട്ട് കണ്ടപ്പോൾ എൻ്റെ ഒരു റിയാക്ഷൻ വാസ് അത്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻസ് പറയാം. ആക്ച്വലി നമ്മുടെ മാത്സ് എക്സാം ഭയങ്കര ടഫായിരുന്നല്ലോ. സോ അപ്പോഴത്തേക്ക് എൻ്റെ പ്രതീക്ഷയ്ക്ക് ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. ആ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ കാറ്റ് പോയ ബലൂൺ പോലെ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷെ നമുക്ക് പിന്നെ എക്സാം ഉണ്ടല്ലോ, പഠിക്കാണ്ട് വരാൻ നിവർത്തിയില്ലല്ലോ. സോ വീണ്ടും നമ്മൾ പഠിച്ചു. ഞാനൊരു പ്രഡിക്റ്റ് ചെയ്ത മാത്സിൻ്റെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു മാർക്ക് ഒരു 45 എന്തായാലും ഉറപ്പായിരുന്നു. എനിക്കൊരു 45 ഔട്ട് ഓഫ് 60. പിന്നെ അങ്ങോട്ട് കൂടിയും കുറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ ഫുൾ A+ ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചായിരുന്നു. കാരണം അതുപോലെ ഞാൻ ബാക്കി എക്സാംസ് ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഫുൾ A+ കിട്ടുക എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മാർക്സിലോട്ട് കിടക്കാം. ഓക്കെ, എനിക്ക് ആക്ച്വലി കെമിസ്ട്രി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം എനിക്ക് കെമിസ്ട്രിക്ക് ഫുള്ളുണ്ട് ഗൈസ്, ഫുള്ളുണ്ട്. 200 ഔട്ട് ഓഫ് 200 ഉണ്ട് കെമിസ്ട്രി. എനിക്ക് ഫസ്റ്റ് ഇയറിലെ കെമിസ്ട്രി ആയാലും സെക്കൻഡ് ഇയറിലെ കെമിസ്ട്രി ആയാലും അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. കെമിസ്ട്രി എനിക്ക് ഇഷ്ടമാണ് പഠിക്കാൻ. ഓർഗാനിക് ആയാലും ഇഷ്ടമായിരുന്നു. ആദ്യം എനിക്ക് ഓർഗാനിക് ഇഷ്ടമേ അല്ല. എന്താണ് ഈ സാധനം, എനിക്ക് അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഓർഗാനിക്. പിന്നെ നമ്മൾ അതിനെ ഒന്ന് ഇഷ്ടപ്പെട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വാസ് ഗൈസ് ലിറ്ററലി പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. പക്ഷെ അത് തന്നെ ഡിപ്രഷൻ ചതിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ സത്യം പറയല്ല, ഫസ്റ്റ് ഇയർ നല്ല പോലെ പഠിച്ചത് കൊണ്ടാണ് സെക്കൻഡ് ഇയർ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഫസ്റ്റ് ഇയറിൽ എനിക്ക് മാത്സിന് ഫുള്ള് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിലെ പിന്നെ ലാബ് എല്ലാം കൂടെ കൂട്ടി എനിക്ക് മാത്സിന് 188 ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 200. മാത്സിന് എനിക്ക് സെക്കൻഡ് ഇയർ 48 മാർക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഔട്ട് ഓഫ് 60. ഞാൻ അത്രയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്തില്ലടാ, കാരണം നമുക്ക് അത്രയ്ക്ക് ടഫായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു മാത്സിൻ്റെ. ഒരിക്കലും നമ്മൾ ആരും അങ്ങനത്തെ ഒരു എക്സാം പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സോ അതിൻ്റെ വാല്യൂഷൻ എങ്ങനെയായിരിക്കും, ലിബറൽ ആയിരിക്കും എന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. പക്ഷെ പഠിക്കേണ്ടി വന്നില്ല, എന്തായാലും ഫുൾ A+ ഉണ്ടല്ലോ, അത് തന്നെ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എനിക്ക് ഫിസിക്സിന് 192 ഉണ്ട് ഔട്ട് ഓഫ് 200 ഫിസിക്സ്. ഓക്കെ, ഫിസിക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല ടെൻഷൻ. കാരണം നമ്മുടെ ഫസ്റ്റ് എക്സാം ഫിസിക്സ് ആയിരുന്നല്ലോ. അപ്പം ഞാനിങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ലടാ. ലാസ്റ്റ് ആ 4 മാർക്ക് സെഷനൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് പാഞ്ഞ് കുറച്ച് എന്തൊക്കെയോ ചെയ്തൊക്കെ വെച്ചതായിരുന്നു. അപ്പം എനിക്ക് അറിയാം എന്തായാലും ആ 4 മാർക്ക് സെഷനിൽ ഏതെങ്കിലും 1-2 പോകുമെന്ന് എനിക്ക് അറിയാം. കാരണം സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. ഫൈനൽ ആൻസർ മിക്കവാറും തെറ്റാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. സോ എനിക്ക് ഫസ്റ്റ് ഇയറിൽ 78 ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 80. സോ എനിക്ക് ഇപ്രാവശ്യം എനിക്ക് 4 മാർക്സ് ആണെന്ന് തോന്നുന്നു പോയത്. അല്ല 6 മാർക്സ് പോയിട്ടുണ്ട് കേട്ടോ. 192 അല്ലേ, അപ്പോൾ 6 മാർക്സ് ആയിരുന്നു എനിക്ക് ഇപ്രാവശ്യം ഫിസിക്സിന് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫിസിക്സ് അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ലാസ്റ്റിലത്തെ 4 മാർക്ക് സെഷനിൽ ഏതോ 1-2 ഇത് എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു ആക്ച്വലി. സോ ഞാൻ അത്രയ്ക്ക് ഫിസിക്സിനും പ്രെഡിക്റ്റ് ചെയ്തുള്ളായിരുന്നു. ദെൻ ഗൈസ്, കമ്മിങ് ടു ബയോളജി, എനിക്ക് 195 ഉണ്ട് കേട്ടോ 200 ബയോളജിക്ക്. സോ എനിക്ക് ബയോളജിയിലുണ്ടല്ലോ ബോട്ടണി കുറച്ച് ടഫായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബട്ട് സുവോളജി നല്ല എളുപ്പമാണ്. അതെനിക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. സുവോളജി നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞങ്ങളുടെ അവിടെയുള്ള ക്ലാസ്സിലേക്ക് കുട്ടികൾക്ക്. പക്ഷെ ബോട്ടണി നമുക്ക് കുറച്ചുകൂടെ ടഫായിരുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും. എനിക്ക് 3 മാർക്സ് ആണ് സെക്കൻഡ് ഇയറിൽ പോയിട്ടുണ്ടായിരുന്നത്. 2 മാർക്സ് എനിക്ക് ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ പോയിട്ടുണ്ടായിരുന്നു. സോ 195 ഉണ്ട് എനിക്ക് ഔട്ട് ഓഫ് 200. പിന്നെ ഇംഗ്ലീഷ്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ലോങ് വീഡിയോസിലും പറയാറുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം കുറച്ച് ടഫാണ്. അതായത് എനിക്ക് ഫസ്റ്റ് ഇയറിൽ 74 ഉണ്ടായിരുന്നു ഔട്ട് ഓഫ് 80 ഇംഗ്ലീഷ്. അതിപ്രാവശ്യം 73 ആണ്. കാരണം ഞാൻ ഇംഗ്ലീഷിൽ അത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നില്ലടാ. കാരണം എനിക്കൊരു +1 തുടങ്ങി +2 വരെയും ക്രിസ്മസ് എക്സാമിനായാലും ഓൺ എക്സാമിനായാലും മോഡൽ എക്സാമിനായാലും എല്ലാം എനിക്കൊരു 75. അതിനപ്പുറം എനിക്ക് ഇതുവരെ എനിക്ക് ഇംഗ്ലീഷ് പോയിട്ടില്ല മാർക്ക്. സോ ഞാനത് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. കാരണം എനിക്ക് അത്രയും ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ എത്ര എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് 72 കിട്ടിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞാൻ അതിലേക്കാ കൂടുതൽ മേടിക്കാനായിട്ട് എഫേർട്ട് ഇടും, കഷ്ടപ്പെട്ട് എഴുതും. എന്നാലും എനിക്കൊരു 73. അത് പിന്നെ ഇങ്ങനെ ഒരു സൈക്കിൾ പ്രോസസ്സ് പോലെ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്തായാലും ഒരു 73, 74 അതൊക്കെ എനിക്ക് ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി, അത് പക്കാ എളുപ്പമായിരിക്കുമല്ലോ. അതെനിക്ക് ഫുള്ളുണ്ട് 200 ഔട്ട് ഓഫ് 200 ഉണ്ട്.
ആൻഡ് മൈ ഓവറോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 96.83% ഉണ്ട് ടോട്ടൽ എനിക്ക്. സോ ആൻഡ് പി സി എം ഞാനിപ്പോൾ പോയ കോച്ചിങ്ങിൽ വെച്ചിട്ട് എനിക്ക് PCM വേണം. PCM എനിക്ക് അത്യാവശ്യം ഉണ്ട്, ഒരു 96% ഉണ്ട് PCM. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഓവറോൾ എനിക്ക് 580 ഉണ്ട് ഔട്ട് ഓഫ് 600. സോ PCM എനിക്ക് അത്യാവശ്യം ഉണ്ട്. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് കോഴ്സിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ. അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞില്ല. അതിൻ്റെ എക്സാം എനിക്കിപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉടനെ വരും. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയും. എന്തായാലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം അത്യാവശ്യം ഞാൻ എന്തൊക്കെ എഴുതി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. സോ അതിൽ ഹാപ്പി ആയിട്ടോ, ഒബ്വിയസ്ലി നമ്മൾ ഹാപ്പി ആകൂല, കാരണം അത്രയ്ക്ക് +2 റിസൾട്ട് അല്ലേ. സോ ഒബ്വിയസ്ലി നമ്മൾ ഹാപ്പി ആകും. സോ ആ ഒരു ഹാപ്പിനെസ് എനിക്കും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് എൻ്റെ +2 റിസൾട്ട്, എക്സ്പീരിയൻസ് ആൻഡ് മൈ പെർസെൻറ്റേജ് മാർക്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മാർക്കൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി.